നമുക്ക് പ്രവേശിക്കാം. ഈ ഇന്നത്തെ സെഷൻ നമ്മുടെ സെൽഫ് ഇമേജിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട്. ദ പവർ ഓഫ് സെൽഫ് ഇമേജ്. അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇത് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ തുടർച്ചയായിട്ട് കേൾക്കും. നമ്മൾ സാധാരണയായിട്ട് കണ്ണാടിയിൽ നോക്കാറുണ്ട്. എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കുന്ന ആളുകൾ നീ ഒന്നും ടൈപ്പ് ചെയ്താട്ടെ. ആരെങ്കിലും തീരെ കണ്ണാടിയിൽ നോക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നോട്ട് മീ എന്ന് ടൈപ്പ് ചെയ്യും. തീരെ കണ്ണാടിയിൽ നോക്കാത്ത ആളുകൾ ആരെങ്കിലും. അപ്പം അധികം ആളുകളും ഡെയിലി കണ്ണാടിയിലേക്ക് നോക്കും. കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ രൂപത്തെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ രൂപത്തെ നമുക്ക് കാണുമ്പോൾ നമുക്ക് നമ്മുടെ പൊടി വാരാനോ അല്ലെങ്കിൽ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാനോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഏത് രൂപത്തിലാണ് നമ്മുടെ ഫേസ് ഇരിക്കുന്നതെന്നൊക്കെ അറിയാനൊക്കെ കണ്ണാടി നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പൊ നമ്മളെ തന്നെ എന്നും കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പുറം ലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ടൊന്ന് സെറ്റ് ആയിട്ടാണ് പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ ചെയ്യാറ്. ഇത് നമ്മൾ കാണുന്നത് നമ്മുടെ ഭൗതികമായ ശരീരമാണ്. എന്നാൽ നമ്മളുടെ സെൽഫ് ഇമേജ് എന്താണ്? നമ്മളെ കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഇമേജ് എന്താണ്? നമ്മളെ കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ചിത്രം എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പൊ നമ്മുടെ സെൽഫ് ഇമേജ് പവർഫുൾ ആയി മാറുന്നതിനനുസരിച്ച് നമ്മളെ കുറിച്ചിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ സെൽഫ് ഇമേജ് അനുകൂലമല്ലാത്തത് കൊണ്ട് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന പല ആളുകളും ഉണ്ട്. അവരെ കുറിച്ച് തന്നെ വില കുറച്ച് കാണിക്കും. അവരെ കുറിച്ച് തന്നെ വില കുറഞ്ഞ് കാണിക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു സെൽഫ് ഇമേജ് കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. ആ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. കാരണം എന്താ? ആ സെൽഫ് ഇമേജ് വളരെ പുവർ ആയതുകൊണ്ടും അവരെ കുറിച്ചിട്ടുള്ള ചിന്താഗതി വളരെ നെഗറ്റീവായിട്ടുള്ളതും കൊണ്ടാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ സെൽഫ് ഇമേജിനെ എങ്ങനെ നമുക്ക് പവർഫുൾ ആക്കി മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ലൈഫ് ഉണ്ട്. നമ്മുടെ ഉള്ളിൽ ചില ഐഡന്റിറ്റിയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. നമ്മളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ധാരണയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ ധാരണ പല ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നു വരുന്ന ഒന്നാണ്. അത് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വരുന്നതല്ല. അപ്പൊ നമുക്ക് ഓരോ വ്യക്തിയുടെ ഉള്ളിലും അവരെ കുറിച്ച് തന്നെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയിട്ടുണ്ടാവും. അതിന് അനുസൃതമായിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് ഉണ്ടാവും. അപ്പൊ അത് പുറത്തുള്ള ഒരാൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല പെട്ടെന്ന്. പക്ഷെ ഈ പുറത്ത് ഉള്ള ആൾക്ക് മനസ്സിലാവും എങ്ങനെ ആ വ്യക്തി അയാളെ കുറിച്ചിട്ട് പൂറായിട്ടാണ് സെൽഫ് ഇമേജ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവലും അദ്ദേഹത്തിന്റെ ആശയവിനിമയ രീതിയും അദ്ദേഹത്തിന്റെ സംസാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴും ഒബ്സർവ് ചെയ്യുമ്പോഴൊക്കെ മറ്റു വ്യക്തികൾക്ക് അത് മനസ്സിലാകും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആന്തരികമായ വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് പുറം ലോകത്തെ വ്യക്തിയെ സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പൊ ആന്തരികമായ ലോകത്തെ വ്യക്തി വളരെ ദുർബലനും കഴിവില്ലാത്ത ആളായിട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ആളായിട്ടും ഒക്കെയാണ് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ പുറത്തുള്ള വ്യക്തിയെ അത് ബാധിക്കുമോ ഇല്ലയോ? പുറത്തുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി അത് ബാധിക്കുമോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു. അപ്പൊ അവിടെയാണ് നമ്മുടെ സെൽഫ് ഇമേജ് നമുക്ക് മികച്ചതാക്കി മാറ്റുക എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ നിങ്ങളൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോവാണ്. രണ്ട് വ്യക്തികൾ,
ആ വ്യക്തികൾക്ക് ഒരേ ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ഒരേ ഓപ്പർച്യൂണിറ്റി രണ്ട് വ്യക്തികൾക്ക് ലഭിക്കുകയാണ്. അപ്പൊ നമുക്ക് എ എന്നും ബി എന്നും നമുക്ക് പേരിടാം. അപ്പം എ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ച സമയത്ത് എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഞാൻ അഥവാ ആ കാര്യത്തിൽ പരാജയപ്പെട്ടു പോയാലോ എന്ന ഒരു ചിന്ത ആ ആളുടെ ഉള്ളിൽ വരും. ഒരു തോട്ട് അയാളുടെ ഉള്ളിൽ വരും. എനിക്കത് ചെയ്യാൻ പറ്റുമോ? ഞാൻ അഥവാ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നു. ബി ആണെങ്കിൽ ഇതെനിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് ഞാൻ വളരും എന്ന രീതിയിൽ ബി ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ബി അതുമായി ബന്ധപ്പെട്ട ആ രീതിയിൽ ആലോചിക്കുന്നു. ഒരേ ഓപ്പർച്യൂണിറ്റിയാണ് എക്കും ബിക്കും വന്നു ചേർന്നിട്ടുള്ളത്. ഒരേ ഓപ്പർച്യൂണിറ്റി, പക്ഷെ രണ്ട് ആളുകളും കാണുന്ന രീതി എന്ന് പറയുന്നത് രണ്ടും വ്യത്യസ്തമാണ്. അപ്പൊ ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കാണുന്നത്? അവരുടെ ഉള്ളിൽ അവരെ കുറിച്ചിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. അവരെ കുറിച്ചിട്ടുള്ള സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവരെ ഉള്ളിലുള്ള ആ ഒരു വ്യക്തിയാണ് ഈ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും വളർച്ച ഉണ്ടാകും. അപ്പൊ ആ എ എന്ന് പറയുന്ന ആൾക്ക് ആ ഓപ്പർച്യൂണിറ്റിയെ അനുഭവിക്കാനോ കാണാനോ സ്വീകരിക്കാനോ പറ്റാത്ത മാനസികാവസ്ഥ അവർക്കുണ്ടാവും. ബിക്കാണെങ്കിലോ ആ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാനും റിയലൈസ് ചെയ്യാനും അതനുസരിച്ച് വളരാനുള്ള ഒരു സ്റ്റെപ്പ് അയാൾ എടുക്കുകയും ചെയ്യും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ബിക്ക് വളരാൻ സാധിക്കുമ്പോൾ എ എന്ത് ചെയ്യുന്നു? വളർച്ച ലഭിക്കാതെ അവിടെ നിൽക്കുകയോ അതിലേക്കാൾ താഴേക്ക് പോവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇത് ഇന്റലിജൻസിന്റെ വ്യത്യാസമല്ലേ, ഇത് അയാളുടെ ബുദ്ധിപരമായ കാര്യമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആ ഡിഫറൻസ് ഓഫ് സെൽഫ് ഇമേജ്, ഓരോരുത്തരെ കുറിച്ചും അവരുടെ ഉള്ളിലുള്ള സെൽഫ് ഇമേജ് ആണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കാത്തതും. അപ്പൊ ആ ബി എന്ന് പറയുന്ന ആൾ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നു, എ എന്ന് പറയുന്ന ആളുകൾ അതേ ഓപ്പർച്യൂണിറ്റി എടുക്കാതിരിക്കുന്നു. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിരുത്തി ചോദിച്ചു നോക്കുക, നിങ്ങളുടെ സെൽഫ് ഇമേജ് കാരണം, നിങ്ങളുടെ ആന്തരികമായ ചിത്രം കാരണം നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോ ആ ആന്തരികമായ ചിത്രം എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു വരാം. അപ്പൊ നമുക്ക് വേണ്ടത്, നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാകണം. നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവണം. എനിക്ക് കഴിയും, എനിക്ക് സാധിക്കും, എനിക്ക് പറ്റും, എന്നെ കൊണ്ട് നേടാനായിട്ട് കഴിയും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. പുറത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ നമുക്ക് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ, ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ, ജീവിത സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അത് നമ്മുടെ ഉള്ളിൽ വരുത്താനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ, നമ്മുടെ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനോചിത്രമാണ്, നമ്മളെ കുറിച്ചിട്ടുള്ള മനോചിത്രം. അപ്പൊ നമ്മളെ കുറിച്ചിട്ടുള്ള മനോചിത്രം എന്താണ്? ഓ ആം ഐ, ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ വരുന്നത്? അപ്പൊ ആ ഒരു ആന്തരികമായ മനോചിത്രം നമുക്ക്, നമ്മളെ കുറിച്ചിട്ടുള്ള മനോചിത്രം പോസിറ്റീവാക്കി മാറ്റിയെടുക്കുന്നതോടുകൂടെ നമുക്ക് വലിയ തോതിൽ വളർച്ച ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി അതല്ല എങ്കിൽ പല അവസരങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യവും ഉണ്ടാകും. ഞാനൊരു വിജയത്തെ എനിക്ക് അർഹതയുണ്ടോ? വിജയം നേടിയെടുക്കാനുള്ള അർഹത എനിക്കുണ്ടോ?
വിജയം നേടിയെടുക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടോ? എനിക്ക് നല്ല രീതിയിൽ വളരാനായിട്ട് സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നമുക്ക് എന്താണ് വരുന്നത്? അത് പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു രീതിയിലാണോ നമുക്ക് ഉത്തരം ലഭിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു GPS പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ ഉള്ളിൽ ഒരു GPS സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിൽ. അപ്പൊ അവിടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ കരുതുന്നത്, സ്വന്തത്തെ കുറിച്ച് കരുതുന്നത് എന്താണ് എന്ന ഒരു തോട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് കഴിവുണ്ട്, എനിക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റും, ഞാൻ പവർഫുൾ ആണ്, ഞാൻ ഓക്കെ ആണ്, എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നേടിയെടുക്കാനായിട്ട് കഴിയും എന്ന രീതിയിലുള്ള ഒരു തോട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന അവസരങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിലോ നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ആ അവസരങ്ങളെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് താഴോട്ടേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെൽഫ് ഇമേജിൽ പൊടിപരടങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനോചിത്രത്തിൽ ചളിയോ പൊടിയോ ഒക്കെ ആയിട്ട് ആകെ മോശമായൊരവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ അതിനെ ക്ലീൻ ചെയ്ത് പവർഫുൾ ആക്കിയിട്ട് ഞാൻ കഴിവുള്ളയാളാണ്, എനിക്ക് ജീവിതത്തിൽ പലതും നേടിയെടുക്കാൻ പറ്റും, എനിക്ക് സാധ്യമാകും എന്ന രീതിയിലേക്ക് പോസിറ്റീവായിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യണം? മാറ്റിയെടുത്താൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അവസരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരാള് പറയുന്നു, നിങ്ങൾക്ക് നല്ല ഭാഗ്യമാണല്ലോ, നിങ്ങൾക്ക് ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, ഇതേ അവസരങ്ങൾ നിനക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ഇതേ അവസരങ്ങൾ. നിങ്ങൾ അവസരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഈ അവസരങ്ങൾ കിട്ടി വിജയിച്ച ആളോട് അദ്ദേഹം ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്തോണ്ടിരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചാടിക്കൊണ്ടേ ഇരുന്നപ്പോൾ എനിക്ക് അവസരം ലഭിച്ചു. മറ്റേ വ്യക്തിയാണെങ്കിലോ എപ്പോഴെങ്കിലും ചാടും, പക്ഷെ അവസരം കിട്ടൂല. അപ്പൊ ഇദ്ദേഹത്തിന് ഈ വിജയിച്ച വ്യക്തി എപ്പോഴും ചാടാനുള്ള പ്രേരണ ആ വ്യക്തിക്ക് എങ്ങനെ കിട്ടിയത്? അദ്ദേഹത്തിന്റെ സെൽഫ് ഇമേജ് വളരെ പവർഫുൾ ആയിരുന്നു. അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം അയാൾക്കുണ്ട്. അദ്ദേഹത്തിന് എനിക്ക് ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് സ്വന്തത്തിൽ ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ചാടി. മറ്റേ ആൾക്കോ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ഇടക്കൊക്കെ ചാടിയുള്ളൂ, അപ്പൊ അവസരം കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ കുറിച്ചിട്ടുള്ള നമ്മുടെ മനോചിത്രം ഏറ്റവും മികച്ചതാക്കി മാറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന എനർജി പോലും വ്യത്യാസപ്പെടും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സെൽഫ് ഇമേജിനെ നമുക്ക് ബിൽഡ് ചെയ്യണം, സെൽഫ് ഇമേജിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കണം, നമ്മുടെ സെൽഫ് ഇമേജിനെ നമുക്ക് ഏറ്റവും അനുകൂലമാകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം. യഥാർത്ഥത്തിൽ എന്താണ് സെൽഫ് ഇമേജിനെ സ്വാധീനിക്കുന്ന, നമ്മുടെ മനോചിത്രത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധയോടുകൂടെ കേൾക്കാം. ഒന്ന്, നമ്മുടെ ചൈൽഡ്ഹുഡ് പ്രോഗ്രാമിങ്സ് ആണ്. അതായത് നമ്മുടെ ചെറുപ്പകാലം എന്തൊക്കെയാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങൾ കേട്ട വാക്കുകൾ എന്തൊക്കെയാണ്? ചെറുപ്പകാലത്ത് നിങ്ങൾ കേട്ട വാക്കുകൾ എന്തൊക്കെയാണ്? പോസിറ്റീവാണോ നെഗറ്റീവാണോ? കുറ്റപ്പെടുത്തലുകളാണോ? കഴിവില്ലാത്തവളാണെന്നാണോ? കഴിവുള്ളവനാണെന്നാണോ? എന്താണോ നിങ്ങൾ കേട്ടത്? നിങ്ങൾ കേട്ട വാക്കുകൾ. നിങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകളും ശകാരങ്ങളും ഒക്കെയാണോ നിങ്ങൾക്ക് കേട്ടത്? അത് നിങ്ങളുടെ സെൽഫ് ഇമേജിനെ ബാധിക്കും. നിങ്ങളെ കുറിച്ചിട്ടുള്ള ആളുകളുടെ പ്രതീക്ഷ എന്തായിരുന്നു? ചെറുപ്പകാലത്ത് നിങ്ങളെ കുറിച്ച് ആളുകളുടെ പ്രതീക്ഷ എന്തായിരുന്നു? നിങ്ങളുടെ വീട്ടുകാര്, നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, അവരുടെയൊക്കെ പ്രതീക്ഷ എന്തായിരുന്നു? നിങ്ങളൊരു മികച്ച രീതിയിലുള്ള കുട്ടിയായിട്ട് മാറുന്നാണോ, അതല്ല ഒന്നിനും കൊള്ളാത്തയാൾ എന്നുള്ള രീതിയിലുള്ള ഫീൽ ആണോ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് കിട്ടിയത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം.
നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള എക്സ്പീരിയൻസസ് എന്തായിരുന്നു? ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് ട്രൊമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അത് എന്ത് ചെയ്യും? ഈ സെൽഫ് ഇമേജിനെ ബാധിക്കും. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് നല്ല രീതിയിലുള്ള ഒരു ചൈൽഡ്ഹുഡ് ആയിട്ടാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ അത് നിങ്ങളുടെ സെൽഫ് ഇമേജിനെ പോസിറ്റീവായിട്ടും അനുകൂലമായിട്ടും അതിനെ സ്വാധീനിക്കാനുള്ള കഴിവ് ആ സംഭവത്തിനുണ്ട്. അപ്പൊ നമ്മളുടെ ചെറുപ്പകാലത്ത് നമുക്ക് എന്താണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു എന്നത് നമ്മളുടെ മനോചിത്രം രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് നമ്മളുടെ ചൈൽഡ്ഹുഡിലേക്ക് ഒന്ന് നോക്കാം. നമുക്ക് പരിഗണന കിട്ടിയിട്ടുണ്ടോ? നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നൽകപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് നിനക്ക് മാറാൻ കഴിയുമെന്നുള്ള ഒരു രീതിയിലുള്ള ചുറ്റുപാടിൽ നിന്ന് പോസിറ്റീവും അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? അതേപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, മുൻകാല അനുഭവങ്ങൾ എന്തായിരുന്നു? പരാജയങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ആ പരാജയങ്ങൾ നിരന്തരമായിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ആ പരാജയങ്ങൾ നേരിട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള സെൽഫ് ഇമേജ്, മനോചിത്രം ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? വീക്ക് ആയിട്ടുണ്ടാവും. എന്നെ കൊണ്ടൊന്നും പറ്റൂല, ഞാൻ എന്ത് ചെയ്താലും പരാജയപ്പെടും, എനിക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റൂല എന്ന ചിന്തയിലേക്ക് പോയിട്ടുണ്ടോ? ചില ആളുകൾ നിങ്ങളെ നിരസിക്കപ്പെട്ടിട്ടുണ്ടോ? ചില സ്ഥലങ്ങളിൽ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടോ? ചില ഇടങ്ങളിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും നമ്മുടെ സെൽഫ് ഇമേജിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്, മനോചിത്രത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നേരെ മറിച്ച് പോസിറ്റീവ് ആണെങ്കിലോ, നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ആ ചിന്ത, ആ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങളുടെ മനോചിത്രം പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ആരെങ്കിലും സെൽഫ് ഇമേജ് കുറച്ച് വീക്ക് ആണെങ്കിൽ ഈ പറയുന്ന പാസ്റ്റിലെ എക്സ്പീരിയൻസസ് അതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ടുകൾ എന്തായിരുന്നു? നിങ്ങളെ ഉള്ളിൽ വരുന്ന ആന്തരികമായ ടോക്ക് എന്തായിരുന്നു? നിങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരുന്നു? നമുക്ക് ഭൗതികമായ നമ്മുടെ ശരീരത്തിലൊക്കെ നല്ല പിന്നെ എല്ലാ കൈയും കാലും മറ്റ് അവയവങ്ങളൊക്കെ എല്ലാം ആളുകൾക്കുണ്ട്. അതേ സമയത്ത് അവർക്ക് എന്തോ ഒരു കുറവുള്ളത് പോലെയാണോ അവര് സ്വന്തത്തെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കാം. എനിക്ക് അത്രയൊന്നും കഴിവില്ല, എനിക്ക് അത്രയൊന്നും സംഗതികളില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അതും എന്ത് ചെയ്യും? സെൽഫ് ഇമേജിനെ ബാധിക്കും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള നിരന്തരം നമ്മുടെ ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളെ, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സുകളെ, സെൽഫ് ടോക്കുകൾ അടക്കം നമ്മുടെ സെൽഫ് ഇമേജിനെ ബാധിക്കുന്നുണ്ട് എന്നതാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? ഞാൻ എന്നെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ്? ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കിയത് എന്താണ്? എന്റെ ചിന്താഗതിയും എന്റെ കാഴ്ചപ്പാടുകളും എന്റെ ചുറ്റുപാടും എങ്ങനെയാണ് എന്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? ഞാൻ എന്നെ കുറിച്ച് എന്ത് സെൽഫ് ഇമേജ് ആണ് എന്റെ മനസ്സിൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ മനോചിത്രം അനുകൂലമായി മാറുന്നതോടുകൂടെ നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള അഭിമാന ബോധമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിക്കൊള്ളണമെന്നില്ല എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ നമ്മുടെ സെൽഫ് ഇമേജിന് ചിലപ്പം ഓട്ടം പറ്റുന്ന രീതിയിൽ ഒക്കെയും പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ടാവും, നടക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, എന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് നമ്മളുടെ ആ ഇമേജിനെ, നമ്മളുടെ നമ്മളെ കുറിച്ചിട്ടുള്ള മനോചിത്രത്തെ പോസിറ്റീവ് ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. ആ പോസിറ്റീവായിട്ട് ഞാൻ എൻ്റെ പഴയ ആ മനോചിത്രത്തെ ഞാൻ എന്നിൽ നിന്നും ഒഴിവാക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങളെ കുറിച്ച് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്താണ്, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ സെൽഫ് ഇമേജ് എന്താണ്? ജസ്റ്റ് ഒന്ന് കണ്ണടച്ചൊന്ന് നോക്കി. ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക. നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ ആലോചിക്കുക.
നിങ്ങളുടെ സെൽഫ് ഇമേജ് എന്താണെന്ന് നോക്കുക. സെൽഫ് ഇമേജിനെ കുറിച്ച് നിങ്ങൾക്ക് വരുന്ന മനോചിത്രം എന്താണെന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് കണ്ണു തുറക്കും. നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ളതും അനുകൂലമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെയും നമ്മൾ കടന്നുപോയ ഒരാളാണ് എങ്കിൽ നമ്മുടെ സെൽഫ് ഇമേജ് ആ രീതിയിലായിരിക്കും രൂപപ്പെട്ടിട്ടുണ്ടാവാം. എന്നാൽ ചില ആളുകൾക്ക് സാഹചര്യങ്ങൾ കൊണ്ട് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളോട് കടന്നു പോകേണ്ട ആളുകൾക്ക് അവർക്കും അത് പരിഹരിക്കാൻ പറ്റും. അവരുടെ മനസ്സിൽ നിന്നും ആ ഫീലിങ്സുകളും ഇമോഷൻസും മറ്റും ഒക്കെ എടുത്ത് ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പോസിറ്റീവാക്കി ആ സെൽഫ് ഇമേജിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ആക്ഷൻ ടേക്കർ ആവുക. എനിക്ക് എന്നെ കുറിച്ചുള്ള ചിന്താഗതി ഞാൻ പോസിറ്റീവാക്കി മാറ്റിയെടുക്കും, അനുകൂലമാക്കി മാറ്റിയെടുക്കും. ഞാൻ എന്നെ കുറിച്ച് പവർഫുൾ ആയിട്ട് ചിന്തിക്കും. ഇത് നമ്മൾ പുറത്തുനിന്ന് പറയുന്നത്, പുറത്തുനിന്ന് നമുക്ക് പറയാം, അതോടൊപ്പം തന്നെ ഇത് ഉള്ളിൽ നിന്ന് വരണം. ഉള്ളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് നമ്മുടെ മനോചിത്രത്തെ ഏറ്റവും അനുകൂലമാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ എന്റെ പഴയകാല മിസ്റ്റേക്കുകളിലല്ല ഞാൻ കുടുങ്ങിപ്പോവേണ്ടത്. എന്റെ പഴയ കാലത്ത് നടന്ന അത്തരത്തിലുള്ള സംഭവങ്ങളിലല്ല ഞാൻ കുടുങ്ങിപ്പോവേണ്ടത്. എന്റെ പഴയ കാലത്തുള്ള ദുരനുഭവങ്ങളിൽ നിന്നല്ല ഞാൻ കുടുങ്ങിപ്പോവേണ്ടത്. ഞാൻ എന്റെ പവർഫുൾ ആയിട്ടുള്ള ഐഡന്റിറ്റിയെ ഞാൻ തിരഞ്ഞെടുക്കുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത്. അപ്പൊ നമ്മളുടെ ആ പഴയ ഇമേജിനെ നമ്മൾ, അല്ലെങ്കിൽ പഴയ ആ ചിത്രത്തെ നമ്മൾ മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഏറ്റവും അനുകൂലമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആ ഒരു സെൽഫ് ഇമേജിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മാറി വരാൻ സാധിക്കും. അതിലൂടെ നമുക്ക് ഏറ്റവും മികച്ചതായ രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് കൺസിഡർ ചെയ്യാനും മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ ലോങ് യാത്രകളിലൊക്കെ പോകുന്ന സമയത്ത് പലയിടത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ദൂരം എഴുതി വെച്ചിട്ടുള്ള ബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും. തിരുവനന്തപുരം ഇത്ര കിലോമീറ്റർ എന്നൊക്കെ പറ്റും നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ വലിയ ബോർഡുകളുണ്ട്, ചെറിയ ബോർഡുകളുണ്ട്. അപ്പൊ ചില ബോർഡുകളൊക്കെയും പൊടി പരണ്ട് മഴയും കാറ്റും വെയിലും ഒക്കെ കൊണ്ടിട്ട് പൊടിയൊക്കെ ആയിട്ട് ചിലതൊക്കെ മങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ അവിടെ ചില സന്നദ്ധ പ്രവർത്തകരൊക്കെ വന്നിട്ട് ജസ്റ്റ് ക്ലീൻ ചെയ്യുക ഒരു പ്രോസസ്സ് നമ്മൾ ചിലപ്പോഴൊക്കെ വാർത്തകളൊക്കെ കാണാറുണ്ട്. അത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അത് തെളിച്ച് മാറിഞ്ഞിട്ടുള്ള ഒരു ബോർഡായിട്ട് അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അവിടെ ആ പ്രോസസ്സ് ചെയ്യുന്നതോടുകൂടെ ആ ഒരു ബോർഡിനെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ കാണുന്ന രീതിയിൽ വിസിബിൾ ആയിട്ട് മാറുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കുറിച്ചുള്ള ചിന്ത, നമ്മളെ കുറിച്ചുള്ള മനോചിത്രത്തെ ഏറ്റവും അനുകൂലമാക്കി മാറ്റിയെടുക്കുമ്പോൾ നിങ്ങളുടെ എനർജി ലെവലിൽ തന്നെ വ്യത്യാസം വരുത്താനും നിങ്ങൾക്കൊരു വിജയിയായിട്ട് മാറാനുമുള്ള സാഹചര്യമുണ്ട് എന്ന് തിരിച്ചറിയുക. ഇതിന്റെ ബാക്കി ഭാഗം നാളെ കേൾക്കുക. തീർച്ചയായിട്ടും ഇതിന്റെ ബാക്കി ഭാഗത്ത് നമുക്ക് ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും.